ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. എല്ലാ ആളുകളും ചെയറിൽ വളരെ സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഉണ്ടാകാതെ വളരെ സുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. കസേരയിലിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രണ്ട് പാദങ്ങൾ, കാലിൽ രണ്ട് പാദങ്ങൾ നിലത്ത് ഏറ്റവും നല്ല രീതിയിൽ പതിഞ്ഞാണോ ഇരിക്കുന്നത് നോക്കണം. കാലിൻ്റെ പാദങ്ങൾ പതിഞ്ഞാണോ ഇരിക്കുന്നത് നോക്കണം. നിങ്ങളങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ചെയറിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കാലുണ്ട്. ആ രണ്ട് കാലിൻ്റെ ലെവലിന് നിങ്ങൾ ഉപ്പൂറ്റി വെക്കുക. കാലിൻ്റെ ഉപ്പൂറ്റി ചെയറിൻ്റെ ഏറ്റവും മുന്നിൽ മുട്ടുന്ന രീതിയിൽ വെക്കുക. ഓരോരുത്തരും അവരവരുടെ കാലിൻ്റെ ഉപ്പൂറ്റി ചെയറിൻ്റെ കസേരയുടെ മുന്നിലെ രണ്ട് കാലുണ്ട്. ആ മുന്നിലെ കാലിൽ നിങ്ങൾ ഉപ്പൂറ്റി മുട്ടണം. ആ രീതിയിൽ വെക്കുക. അപ്പം അങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഇരിപ്പിന് മാറ്റമായി. സാധാരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അതിനൊരു ചെറിയൊരു മാതൃക ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് പാദം പതിഞ്ഞിരിക്കുക, രണ്ടതിൻ്റെ ഉപ്പൂറ്റി ചെയറിൻ്റെ ഏറ്റവും മുൻവശത്ത് മുട്ടിയിരിക്കുക. മൂന്നാമത് നടുവ് നിവർത്തിക്കൊണ്ടുവരിക. നടുവ് മുമ്പോട്ട് നിവർത്തുക. ഒരിക്കലും ചാരി ഇരിക്കരുത്, ചാരിക്കിടക്കല്ല്, കസേരയിലേക്ക് ചാരി കിടക്കരുത്. എന്നിട്ട് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ തലയണയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ പുറകിൽ കസേരയുടെ പുറകിൽ വെച്ച് കൊടുക്കണം, മുമ്പോട്ട് വരാൻ വേണ്ടി. ഓക്കെ, കസേരയുടെ ബാക്ക് വശവും നമ്മുടെ നടുവിൻ്റെ പുറകുവശവും ഇതിനിടയിൽ എന്തെങ്കിലും കട്ടിയുള്ള കമ്പിളിപ്പുതപ്പോ അതല്ലെങ്കിൽ പില്ലോയോ എന്തെങ്കിലും നിങ്ങളിട്ട് ഫില്ല് ചെയ്യണം. ഒരിക്കലും ചാഞ്ഞ് കിടക്കരുത്. കസേര വിശ്രമിക്കാനുള്ളതാണ്, ധ്യാനം വിശ്രമിക്കാൻ വേണ്ടിയുള്ളതല്ല. കസേര നിർമ്മിച്ചേക്കുന്നത് നമ്മൾ വിശ്രമിച്ച് കിടക്കാൻ വേണ്ടിയാണ്, ധ്യാനം ചെയ്യുന്നത് വിശ്രമിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ നടുവ് മുമ്പോട്ട് ഉയർത്തി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളത് ഇരുന്ന് നോക്കിയാൽ നിങ്ങളുടെ ആ സിറ്റിംഗ് പൊസിഷൻ്റെ രൂപം നോക്കി പാദം രണ്ട് നിലത്ത് പതിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം ചെയറിൻ്റെ രണ്ട് കാലിൽ നിങ്ങളുടെ പാദത്തിൻ്റെ ഉപ്പൂറ്റി ചെയറിൻ്റെ കാലിൽ കൊണ്ട് തട്ടിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് ഇരിക്കുന്നു. നിങ്ങൾ ചെസ്റ്റ് അപ്പ് ഉയർത്തി പിടിക്കുക. ഓക്കെ, ശരീരം പൂർണ്ണമായിട്ട് അയച്ചിടുക. കിടക്കുക. രണ്ട് കൈകൾ കാലിന് മുകളിൽ അതല്ലെങ്കിൽ മടിയിൽ ഏറ്റവും സ്വസ്ഥമായിട്ട് വെക്കുക. മടിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇട സൈഡിലേക്ക് മാറ്റി വെക്കും. മടിയിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കും. എന്നിട്ട് നിങ്ങളുടെ കൈ ഇതുപോലെ വിരലുകൾ കൂട്ടിപ്പിടിച്ചിട്ട് കമഴ്ത്തി മുട്ടിൻ്റെ തൊട്ട് മുകളിലേക്ക്, മുട്ടിൻ്റെ അവിടെ വിരൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ. അതല്ല എങ്കിൽ കൈ മലർത്തി ഇതുപോലെ. ഓക്കെ, ഈ മൂന്ന് രീതിയിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കൈപ്പത്തി എങ്ങനെ വെക്കാനാണ് ഇഷ്ടം നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ നട്ടല് പൂർണ്ണമായിട്ട് കഴുത്ത് തല അത് ലംബമായിട്ടിരിക്കണം, നിവർന്ന് തന്നെ ഇരിക്കണം. കഴുത്ത് തലയുടെ ബാക്ക് സൈഡ്, കഴുത്ത് നട്ടല് താഴെ വരെ നിവർന്നിരിക്കണം. അതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ പറയുന്നത്. തലയണയോ മറ്റെന്തെങ്കിലും പുറകിൽ നിന്ന് കൊടുക്കാൻ പറയുന്നത് അതിനു വേണ്ടിയാണ്. കണ്ണ് രണ്ടും കൺപോളകൾ മാത്രം ചേർന്ന് ഇരിക്കാവുള്ളൂ. ഒരിക്കലും ഒരു ബലവും കണ്ണിന് കൊടുക്കരുത്. കണ്ണ് ബലത്തിൽ അടയ്ക്കരുത്. കൺപോളകൾ ചേർന്ന് ഇരിക്കുകയും ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ ബോഡി മുഴുവൻ ഒന്ന് പരിശോധിക്കുക. എൻ്റെ രണ്ട് കാൽപാദങ്ങൾ എങ്ങനെയാണ്? ഓരോരുത്തരും സ്വന്തം മനസ്സിൽ
സ്വന്തം കാൽപാദത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുക. സ്വന്തം മനസ്സുകൊണ്ട് നോക്കുക. എൻ്റെ കാൽപാദം എങ്ങനെയാണ്? എൻ്റെ കാൽമുട്ട് എങ്ങനെയാണ്? എൻ്റെ അര എങ്ങനെയാണ്? എൻ്റെ നടുവ് നിവർന്നാണോ ഇരിക്കുന്നത്? കഴുത്ത് നിവർന്നാണോ ഇരിക്കുന്നത്? തല നിവർന്നാണോ ഇരിക്കുന്നത്? രണ്ട് കൈകൾ എങ്ങനെയാണ് മടിയിൽ ഞാൻ വെച്ചിരിക്കുന്നത്? കാലിൻ്റെ മുകളിൽ കൈ കമഴ്ത്തിയാണോ വെച്ചിരിക്കുന്നത്? മലർത്തിയാണോ വെച്ചിരിക്കുന്നത്? മടിയിലാണോ എൻ്റെ കൈകൾ ഞാൻ വെച്ചിരിക്കുന്നത്? അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. വാ വളരെ സാവകാശം അടച്ചു പിടിക്കുക. നാക്ക് ചലിപ്പിക്കാതെ വയ്ക്കുക. ഓരോരുത്തരും വളരെ പതുക്കെ അവരവർക്ക് കഴിയുന്ന രീതിയിൽ അവരവർക്ക് പറ്റുന്നത്രയും ശ്വാസം വളരെ പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസം വളരെ പതുക്കെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. ഓരോരുത്തരും ഏറ്റവും സാവകാശം ഓരോരുത്തർക്കും കഴിയുന്നത്ര ശ്വാസം വളരെ സാവകാശം ഉള്ളിലേക്ക് സ്വീകരിക്കുക. ആ ശ്വാസം വളരെ സാവകാശം പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. നിങ്ങളുടെ മുഴുവൻ ജാഗ്രതയും ഈ സമയത്ത് നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പിലായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും വളരെ ജാഗ്രതയോടെ സാധാരണ രീതിയിൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തെ ബോധപൂർവം കുറച്ചും കൂടെ വേഗത കുറച്ച് ശ്വാസത്തെ വളരെ പതുക്കെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. ആ ശ്വാസം വളരെ പതുക്കെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നു. ശ്വാസത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. നമ്മുടെ വയറ് പൂർണ്ണമായി നിറഞ്ഞു വരുന്നത് വരെ ശ്വാസത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. ആ ശ്വാസം വളരെ പതുക്കെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശ്വസന പ്രക്രിയ വളരെ പതുക്കെ നിർത്തിയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ശ്വസിക്കുന്നത് ആ ശ്വസന രീതിയിലേക്ക് വരിക. സാധാരണ രീതിയിൽ നമ്മളുടെ സർവ്വസാധാരണമായ ശ്വസന രീതി എങ്ങനെയാണോ ആ ശ്വസന രീതിയിലേക്ക് വരിക. സാധാരണഗതിയിൽ നമ്മൾ ശ്വസിക്കുന്നത് എങ്ങനെയാണോ അത് ആരംഭിക്കുക. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ നിർത്തിയിട്ട് പ്രകൃതിദത്തമായിട്ട് നമ്മൾ ശ്വസിക്കുന്ന ആ രീതിയിലേക്ക് മടങ്ങി വരിക. ഇനി നമ്മൾ നമ്മളുടെ ആ ശ്വസന രീതിയെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. വളരെ സൂക്ഷ്മതയോടെ വളരെ ഏകാഗ്രതയോടെ ഞാൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ശ്വാസം പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്, ഇത് മൂക്കിൻ്റെ തുമ്പ് ഭാഗം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന അനുഭൂതിയിലൂടെ മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ശ്വസന രീതിയുടെ ആ ഒരു ഗതി, അത് ശ്വാസം ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ശ്വാസം പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്,
എന്നൊക്കെ മൂക്കിൻ്റെ തുമ്പ് ഭാഗത്തുണ്ടാകുന്ന ആ ചെറു ചലനങ്ങളിലൂടെ, ചെറിയ സ്പർശനങ്ങളിലൂടെ വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കുക. എൻ്റെ ശ്വാസം ഇതുപോലെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, എൻ്റെ ശ്വാസം ഇതുപോലെയാണ് പുറത്തേക്ക് പോകുന്നത്. മനസ്സിനെ അതിൽ മാത്രം ബന്ധിപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. നാം ഓരോരുത്തരും നമ്മളുടെ സ്വന്തം ശ്വസന രീതി, ആ ഒരു പ്രക്രിയ അതീവ ജാഗ്രതയോടെ പരിശോധിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ബലവും യാതൊരു വിധത്തിലുള്ള ശക്തിയും കൊടുക്കാതെ ശ്വാസത്തെ മാത്രം നിരീക്ഷിക്കുക. മൂക്കിൻ്റെ തുമ്പശത്തുണ്ടാകുന്ന ഓരോ ചലനവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി വളരെ പതുക്കെ നിങ്ങളുടെ ഈ ജാഗ്രത രീതി വളരെ പതുക്കെ അവസാനിപ്പിക്കുക. വളരെ സാവകാശം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാനം അല്ലെങ്കിൽ ആ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത് സാവകാശം നിർത്തിയിട്ട് മടിയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന കൈവിരലുകൾ ചലിപ്പിക്കുക. ഓരോരുത്തരും നിങ്ങളുടെ മടിയിൽ അല്ലെങ്കിൽ കാലിന് മുകളിൽ നിങ്ങൾ വെച്ചിട്ടുള്ള 2 കൈയുടെയും കൈവിരലുകൾ ചലിപ്പിക്കുക. അത് മടക്കാനും നോക്കാനും ശ്രമിക്കുക. വളരെ പതുക്കെ അതിൽ ചലനം ഉണ്ടാക്കുക. നിങ്ങളുടെ 2 കൈയുടെയും കൈവിരലുകൾ വളരെ പതുക്കെ ചലിപ്പിക്കുക. അത് ചുരുട്ടുക, പയ്യെ നിവർത്തുക, വീണ്ടും പതുക്കെ ചുരുട്ടുക, വളരെ പതുക്കെ നിവർത്തുക. മടിയിൽ നിന്നും വളരെ പതുക്കെ നിങ്ങളുടെ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി പരസ്പരം കൂട്ടിത്തിരുമുക. കൈ പരസ്പരം കൂട്ടിത്തിരുമുക. കൈവെള്ളയ്ക്കകത്തൊരു ഇളം ചൂടുണ്ടാകും. ആ ഇളം ചൂടോടെ നിങ്ങളുടെ മുഖം നന്നായിട്ട് തഴുകുക. നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ നെറ്റി, മൂക്ക്, ചെവി, കവൾ, താടി ഒക്കെ വളരെ സ്നേഹത്തോടെ തലോടുക. വീണ്ടും കൈ പരസ്പരം കൂട്ടിത്തിരുമി ഒരു ഇളം ചൂടുണ്ടാക്കുക. ആ ഇളം ചൂടോടെ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് തഴുകി വളരെ സാവകാശം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. വളരെ ശാന്തമായിട്ടിരിക്കുക.